നിന്റെ പടക് മുങ്ങിപ്പോകത്തില്ല. ഒരു പ്രശ്നവും നിന്നെ മുക്കി കളയത്തില്ല. നമ്മൾ യാത്രയിലാണ്, യാത്രയിലല്ല എന്നല്ല. പക്ഷേ 1 തുഴഞ്ഞാൽ 1 മീറ്റർ നീങ്ങേണ്ടടത്ത് 10 തുഴഞ്ഞാൽ 1/2 മീറ്റർ പോലും നീങ്ങുന്നില്ല. ഇന്ന് പകൽ ഇതിനെ ബ്രേക്ക് ചെയ്യണം. 4-ാം യാമത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. 4-ാം യാമത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നു? ഇവർ ഏതു പ്രതിസന്ധിക്കകത്ത് പെട്ട് നിൽക്കുന്നുവോ ആ പ്രതിസന്ധിയുടെ മുകളിലൂടെ നടന്നു വന്നു. ഇവർ ഏതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ലയോ, ആമേൻ, അതിനെ കീറി മുറിച്ചും കൊണ്ട് യേശു കർത്താവ് എതിരെ നടന്നു വരുന്നു. ഇന്ന് നിന്നെ ആരാഞ്ഞറിയുന്നുണ്ട്, നിന്റെ പ്രവൃത്തി കാണുന്നുണ്ട്, നിന്റെ അധ്വാനത്തിൻ്റെ ഫലത്തെ അവൻ കാണുന്നുണ്ട്. അതിനൊത്ത പ്രതിഫലം അവൻ തരാതെ നിന്നെ വിടുകയില്ല. അത് നന്മയെങ്കിലും തീയതെങ്കിലും അതിനൊത്ത പ്രതിഫലം നിനക്ക് തരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു, നിന്റെ അധ്വാനത്തെ കാണാതെ പോകുന്നവനല്ല എൻ്റെ ദൈവം, നിന്റെ പ്രവൃത്തിയെ കാണാതെ പോകുന്നവനല്ല എൻ്റെ ദൈവം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അവൻ പ്രതിഫലം തന്ന് മാനിക്കുന്ന ദൈവമാണ്. ആമേൻ, അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ അല്പസമയം മാറിയിരുന്നാലും അവൻ നിന്നെ ആരാഞ്ഞറിയുന്ന ദൈവമാണ്. നീ കടന്നു പോകുന്ന പ്രതികൂലം മനസ്സിലാക്കാഞ്ഞിട്ടല്ല. ആമേൻ, സ്തോത്രം. സമയമാകുമ്പോ അവൻ വെളിപ്പെട്ടു വരും. സമയമാകുമ്പോ തക്ക സമയത്ത് അവൻ വെളിപ്പെട്ടു വരും. ആമേൻ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൽ നിന്ന് വേർതിരിക്കാൻ, മാറ്റിക്കൊണ്ടു പോകാൻ ഒന്നിനും കഴിയത്തില്ല. എത്ര വലിയ കാറ്റടിച്ചാലും, എത്ര വലിയ ഈശാന മൂലനടിച്ചാലും, എത്ര വലിയ തിരമാല പൊങ്ങി വന്നാലും, എത്ര വലിയ പ്രശ്നം നിന്റെ പടകിനെ മുക്കാൻ ശ്രമിച്ചാലും, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ നിന്റെ പടക് മുങ്ങിപ്പോകത്തില്ല. നിന്റെ പടക് മുങ്ങിപ്പോകത്തില്ല. ഒരു പ്രശ്നവും നിന്നെ മുക്കി കളയത്തില്ല.